ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കിൾസ് നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അത് നമുക്ക് പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ യാതൊരു അഭിപ്രായവും ഒന്നും കണ്ടില്ല. അത് ക്ലാസ് കണ്ടോ ഇല്ലയോ ഒന്നുപോലും അറിയാൻ വയ്യ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് നോക്കിയിട്ട് ക്ലാസ് കണ്ടിട്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒന്ന് നിങ്ങളുടെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപയോഗമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ പഠിപ്പിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പ്രത്യേകിച്ച് സർക്കിളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടഫായിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട്, എല്ലാ അധ്യാപകരും ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു തിയറത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പം തിയറം എന്തായിരുന്നു നമ്മൾ സർക്കിളിൽ പഠിച്ചതാണ്. എന്താണ്? ഒരു സർക്കിളിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ആർക്ക് സർക്കിളിൻ്റെ അകത്തുണ്ടാക്കുന്ന ആംഗിൾ അത് എന്തിൻ്റെ ഇരട്ടിയായിരിക്കും? ഇവിടെ ആംഗിൾ എത്രയാണോ, ഇത് x ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, അതായത് ഈ ആംഗിൾ എന്ത് പേര് പറയും? സെൻട്രൽ ആംഗിൾ എന്ന് പറയും. ഇത് ആംഗിൾ ഓൺ ദി സർക്കിൾ. ഓക്കെ, അപ്പോൾ ഒരു ആർക്ക് സർക്കിളിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. തിരിച്ചു പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് സർക്കിളിലുള്ള ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും. ഈ ഒരു തിയറമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പടമാണ്. ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് വായിക്കാം. ഇൻ ദി പിക്ചർ O ഈസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ABC are points on it. Prove that angle OAC plus angle ABC is equal to 90 degree. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പടമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ സർക്കിളിൽ O എന്ന് പറയുന്ന സെൻറ്ററാണ്, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളാണ്. ഓക്കെ, ഈ പടത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനമാണ് ഇത്. അതായത് ആംഗിൾ OACയും ആംഗിൾ ABCയും കൂടെ കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടുമെന്ന് തെളിയിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ പടത്തിൽ ഈ Oയും Cയും കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, Oയും Cയും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഈ ആംഗിൾ നമ്മൾ x ഡിഗ്രി എന്ന് എടുക്കുക. ഏതെങ്കിലും ഒരു ആംഗിളിന് x ഡിഗ്രി എന്ന് കൊടുക്കുക. സപ്പോസ് ലെറ്റ് ആംഗിൾ OAC ഈസ് ഈക്വൽ ടു x ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ x ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ x ഡിഗ്രി വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയും കൊടുക്കാം, ഇവിടെ വേണമെങ്കിലും കൊടുക്കാം, ഏത് സൈഡിൽ കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ x കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ കൊടുത്തു ചെയ്യാം. ആംഗിൾ ABC, അതാണ് കുറച്ചുകൂടി എളുപ്പം. ആംഗിൾ ABC എന്ന് പറയുന്നത് x ഡിഗ്രി ആയിട്ട് എടുക്കുക. ആംഗിൾ ABC ഈസ് ഈക്വൽ ടു x ഡിഗ്രി. ഓക്കെ, ആംഗിൾ ABC എന്ന് പറയുന്ന x ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഇത് ആ സർക്കിളിലുള്ള ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടി ആയിരിക്കത്തില്ലേ? അപ്പോൾ ഇവിടെ x ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെ 2x എന്ന് വരും. ഓക്കെ, ഇവിടെ x ആണെങ്കിൽ ഇവിടെ 2x വരും. അതായത് ഈ ആംഗിളിൻ്റെ പേര് ആംഗിൾ AOC ഈസ് ഈക്വൽ ടു 2x. അതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ റീസൺ എന്താണ്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് സർക്കിളിലെ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ OAയും OCയും ഈക്വൽ ആണല്ലോ. അപ്പം ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആവും? ഈ AOC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആവും. ഓക്കെ, OAC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആവും. അതായത് ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
അപ്പോൾ ഇത് മൊത്തത്തിൽ ട്രയാങ്കിൾ ആകുമ്പോൾ ട്രയാങ്കിളിലെ മൊത്തം ആംഗിൾ എത്രയാണ് 180 ഡിഗ്രി അല്ലേ. അതിൻ്റെ അകത്ത് ഒരു ആംഗിൾ അറിയാം 2x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ OAC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? OAC ഈസ് ഈക്വൽ ടു ആംഗിൾ OAC ഈസ് ഈക്വൽ ടു 180 മൈനസ് ടോട്ടൽ, അതായത് 180 എവിടെ നിന്ന് ട്രയാങ്കിളിലെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. 180 മൈനസ് 2x. അത് രണ്ട് ആംഗിളും കൂടെയാണ്. അതിൻ്റെ അകത്ത് ഒരു ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക ബൈ 2. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൈ 2 എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? 180 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തോണം. അപ്പോൾ 180 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 90 കിട്ടും. 90 മൈനസ് 2x-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x എന്ന് കിട്ടും. അപ്പോൾ 90 മൈനസ് x എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ OAC എന്ന് പറയുന്നത് 90 മൈനസ് x. ഓക്കെ, അപ്പം ആംഗിൾ ABC എന്തുവാ? x. ആംഗിൾ OAC എന്തുവാ? 90 മൈനസ് x. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടാനല്ലേ പറഞ്ഞേക്കുന്നത്. therefore നമുക്ക് എഴുതാം ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു OACക്ക് പകരം 90 മൈനസ് എക്സ് പ്ലസ് ABCക്ക് പകരം എക്സ്. അപ്പം സ്വാഭാവികമായിട്ടും മൈനസ് എക്സും പ്ലസ് എക്സും വെട്ടിപ്പോവും, ക്യാൻസൽ ചെയ്തു പോവും. ബാക്കി എത്ര വരും? 90. ഈ 90 ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം 90 എന്ന് കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിച്ച നമ്മൾ നേരത്തെ പഠിച്ച തിയറം, ഇവിടെ സർക്കിളിലുള്ള ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ ആംഗിൾ. അത് വെച്ചിട്ടാണ് പിന്നെ നമുക്ക് മുമ്പേ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ വെച്ചിട്ട് ചെയ്തു. ഓക്കെ, നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Draw a triangle of circumradius 3 cm and two of the angles 32.5 degree, 37.5 degree. Okay, circumradius 3 cm. അതുപോലെ ആംഗിൾസ് 32.5 37.5 ഡിഗ്രി. ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയിരിക്കും? സർക്കിളിൻ്റെ അകത്ത് ട്രയാങ്കിൾ ഇരിക്കും. ഓക്കെ, ഈ ഒരു സംഭവം വരയ്ക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യനാണ്. മിക്കവാറും പരീക്ഷയ്ക്ക് എല്ലാം ചോദിക്കുന്നതാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പം ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റേഡിയസ് തരും. സർക്കിളിൻ്റെ റേഡിയസ് തരും. ഏതെങ്കിലും രണ്ട് ആംഗിൾ തരും. അപ്പോൾ രണ്ട് ആംഗിളിൽ മിക്കവാറും ഹാഫ് വെച്ചിട്ടായിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ ഹാഫ് വെച്ചിട്ട് തരുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ 32.5 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി എടുക്കുക. 32.5യുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര വരും? 65. ഓക്കെ, അതുപോലെ 37.5യുടെ ഇരട്ടി എടുക്കുക. അത് എത്ര വരും? 75. ഓക്കെ, അതെന്തിനാണ് അങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിത് വരയ്ക്കാൻ പോവാണ്. ഈ സർക്കിൾ വരയ്ക്കുന്നതിന് വേറെ ഒന്നുമില്ല, നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ റേഡിയസിൽ? 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ അളവെടുത്ത് റേഡിയസ് വരയ്ക്കണം. ഓക്കെ, നമ്മളിവിടെ ഈ 32.5ക്ക് പകരം 65, 37.5ക്ക് പകരം 75 എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കിൾ എന്ന് പറയാൻ ഏകദേശം ഇങ്ങനെ ഇരിക്കണം. അതായത് ഇതിൻ്റെ 3 വെർട്ടെക്സുകളും സർക്കിളിൻ്റെ അകത്ത് തന്നെ വരണം. അങ്ങനെയുള്ള സർക്കിളാണ് സർക്കിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇരട്ടി. അപ്പം ഇവിടെ ഈ പറഞ്ഞ അളവുകളൊക്കെ 32.5ക്ക് ഇവിടെ ഇങ്ങനെയാണ് വരേണ്ടിയത്. അപ്പം ഇവിടെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സെൻറ്ററിലേ വരയ്ക്കാൻ പറ്റും. അപ്പം ഒരു സൈഡിൽ 32.5 വരണമെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര വരണം? അതിൻ്റെ ഇരട്ടി വരണം. അതുകൊണ്ടാണ് 32.5 ഇരട്ടി എത്ര എടുത്തത്? 65 എടുത്തത്. ഓക്കെ, അതുപോലെ 37 വരണമെങ്കിൽ അതിൻ്റെ ഇരട്ടി സെൻട്രൽ ആംഗിൾ വരണം, 75 എടുത്തു. ഓക്കെ, അപ്പം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, പരിപാടി അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ O എന്ന് കൊടുക്കുക, ഒരു പേര് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എങ്ങോട്ടെങ്കിലും ഒരു റേഡിയസ് വരയ്ക്കുക. ഓക്കെ, അവിടെ A എന്ന് പേര് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക, ഒരു റേഡിയസ് വരയ്ക്കുക, അത് A എന്ന് കൊടുക്കുക. അപ്പോൾ OA എന്ന് പറയുന്ന ഒരു റേഡിയസ് ആയി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഈ 65 ഡിഗ്രി നിങ്ങൾ ആംഗിൾ വരയ്ക്കുക. 65 ഡിഗ്രി ആംഗിൾ വരയ്ക്കുക. ഓക്കെ, 65 ഡിഗ്രി ഈ വരയിൽ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് നിങ്ങൾ ആംഗിൾ വരയ്ക്കാനൊക്കെ അറിയാം.
കൊച്ചു ക്ലാസ്സുകളിലെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എത്ര ഡിഗ്രിയിൽ വരയ്ക്കുക? 65 ഡിഗ്രിയിൽ വരയ്ക്കുക. ആ ജോയിൻ ചെയ്ത പോയിന്റിനെ വേണമെങ്കിൽ നമുക്ക് ബി എന്ന് വിളിക്കാം. ഓക്കെ, എന്നിട്ട് വീണ്ടും അതേ പോയിന്റിൽ വെച്ചുകൊണ്ട് ഇവിടെ ഈ ലൈനിൽ വെച്ചുകൊണ്ട് അടുത്ത ആംഗിളായിട്ടുള്ള 75 ഡിഗ്രി വരയ്ക്കാം. ഓക്കെ, 75 ഡിഗ്രി വരയ്ക്കുമ്പോൾ അവിടെയും ഇതേ കണക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങോട്ടെങ്കിലും ഒരു ലൈൻ വരച്ചു, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് ആ ലൈനിൽ വെച്ചിട്ട് 65 ഡിഗ്രിയിൽ അടുത്ത ലൈൻ വരച്ചു. എന്നിട്ട് അതിൽ വെച്ചിട്ട് വീണ്ടും എത്ര ഡിഗ്രി വരച്ചു? 75 ഡിഗ്രി വരച്ചു. ഓക്കെ, ആ പോയിന്റ് നമുക്ക് സി എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് എ ഐ, ബി ഐ, സി ഐ. ഇനി നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനല്ല, ഒരു സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ഈ എയും ബിയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അതുപോലെ ബിയും സിയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ എയും സിയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, എ ബി സി 3 പോയിന്റുകളായിട്ട് ആ 3 പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിളിൻ്റെ പേര് എ ബി സി. അപ്പം ഈ പറയുന്ന എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ ചോദിച്ച ട്രയാങ്കിൾ. ഓക്കെ, ഇത്രയുള്ള സംഭവം സിമ്പിളാണ്, ഇത്ര എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇതിൻ്റെ അകത്തുള്ള 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയൊക്കെ എവിടെ വരും? ഇവിടെ നമുക്കറിയാം എ ബി എന്ന് പറയുന്ന ആർക്ക് നോക്കുക. എ ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 65. അപ്പോൾ എ ബി എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് പോകുന്ന അടുത്ത ആംഗിൾ ഏതാ? ഇത്. അപ്പോൾ ഇതാണ് 65ൻ്റെ പകുതിയായ ഏത്? 32.5. സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് എന്തായിരിക്കും? 37.5. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, മാർക്ക് ചെയ്യണമെന്ന്. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം. ഇതൊന്ന് വരച്ച് പഠിക്കുക. ഇപ്പം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതിന് പകരം അളവ് മാത്രമേ മാറത്തുള്ളൂ, വേറൊന്നും മാറാനില്ല. റേഡിയസിനും പകരം 3 സെൻറ്റിമീറ്റർ പകരം 4ഓ 5ഓ ഒക്കെ തരാം. ഈ 32.5ക്ക് പകരം വേറെ ഏതെങ്കിലും അളവ് തരാം. അതുപോലെ 37, അതുപോലെ ഏതെങ്കിലും അളവുകൾ തന്നിട്ട് വരയ്ക്കാൻ ചോദിക്കും. വീട്ടിലിരുന്ന് ഇത് വരച്ചിട്ട് വേറെ അളവ് മാറ്റിയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനൂടെ വരച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് ഒരു 90% ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In the picture, AB and CD are mutually perpendicular chords. In the picture, AB and CD are mutually perpendicular chords of the circle. Prove that the arcs APC and BQD joined together would make half the circle. എന്ന് വെച്ചാൽ എന്താണെന്ന് പടം വരച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പടം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളുണ്ട്. അപ്പോൾ ഈ പറയുന്ന സർക്കിളിൽ വൃത്തത്തിൽ എ ബിയും സി ഡിയും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന പരസ്പരം ലംബമായിട്ടുള്ള 2 കോഡ്സ് ആണ്, 2 ഞാണുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ എ പി സി എന്ന് പറയുന്ന കോഡും ഈ കാണുന്ന ചെറിയ കോഡും അതും ബി ക്യു ഡി എന്ന് പറയുന്ന കോഡും ഇതാണെന്ന് ഈ കോഡും കൂടെ ചേർന്നാൽ ഹാഫ് ദി സർക്കിളിൻ്റെ പകുതിയാകും എന്ന് തെളിയിക്കുക. ഓക്കെ, സർക്കിളിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? സർക്കിളിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എപ്പോഴും സർക്കിളിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സർക്കിളിൻ്റെ ആംഗിൾ 360 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും എന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയെന്ന് തെളിയിച്ചാൽ മതി? 180 ഡിഗ്രി എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അതായത് സർക്കിളിൻ്റെ പകുതി എന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ അവിടെ സർക്കിൾ മൊത്തം 360 ഡിഗ്രിയാണ്. അപ്പോൾ സർക്കിളിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി. അത്രയും തെളിയിച്ചാൽ മതി. അതിനെങ്ങനെ തെളിയിക്കാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒ ആണെന്ന് വിചാരിക്കുക. സർക്കിളിൻ്റെ സെൻറ്റർ ഒ. ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്റർ ഒ. ഈ ഒയിൽ നിന്ന് ഇതിൻ്റെ എയിലോട്ടും ബിയിലോട്ടും എല്ലായിടത്തോട്ടും ഓരോ ലൈൻ ജോയിൻ ചെയ്യുക. അപ്പം ഞാൻ ചെയ്തത് ഒ എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്ന് എ ബി
സി ഡി ഈ 4 പോയിന്റിലോട്ടും എന്ത് വരച്ചു? ഓരോ പോയിന്റ്സ് വരച്ചിട്ടുണ്ട്, ഓരോ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ സെൻട്രൽ ആംഗിൾ, ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഈ സെൻട്രൽ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടുമെന്ന് തെളിയിച്ചാൽ മതി? 180 ഡിഗ്രി കിട്ടുമെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ലൈനും കൂടെ ഞാൻ ജോയിൻ ചെയ്യാണ്. ഇപ്പം ഇവിടെ ഈ ഒരു പോയിന്റിന് നമുക്ക് ഇവിടെ ഒരു പേരും കൂടെ കൊടുക്കാം. ഇവിടെ ആർ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യും, ഒരു മട്ട ത്രികോണം ഉണ്ടാകും. ആ മട്ട ത്രികോണത്തിൻ്റെ പേരെന്താണ്? ARD. ഇൻ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ARD. അവിടെ എന്തുണ്ടായി? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടായി, ഒരു മട്ട ത്രികോണം ഉണ്ടായി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ആംഗിളിൽ ഞാൻ എക്സ് എന്ന് എടുക്കും. ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഈ ആംഗിളിൽ ഞാൻ എന്തെന്ന് എടുക്കുന്നു? എക്സ് എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 90 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ലെറ്റ് ആംഗിൾ ADC, അപ്പോൾ ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ലെറ്റ് ആംഗിൾ ADC ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ഓക്കെ, ആംഗിൾ ADC ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി എന്ന് പറയും? എക്സ് ഡിഗ്രി. ആ ADC എന്ന് പറയുന്ന ആംഗിൾ എവിടെ നിന്ന് വരുന്നതാ? AC എന്ന് പറയുന്ന ആർക്കിൻ്റെ അകത്ത് വരുന്ന ആംഗിളാണ് ADC. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ ആരായിരിക്കും? സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ACയിൽ നിന്ന് സെൻട്രലിലോട്ട് പോകുന്ന ആംഗിൾ. സെൻട്രൽ ഇവിടെ O, അപ്പം സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് AOC. ഓക്കെ, അപ്പം ദെൻ ആംഗിൾ AOC ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി വരും? എക്സിൻ്റെ ഇരട്ടി ആയിട്ടുള്ള 2x വരും. ഓക്കെ, എക്സിൻ്റെ ഇരട്ടി 2x. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര വരും? അതിൻ്റെ ഇരട്ടി 2x വരും. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഈ ആംഗിളിൻ്റെ പേരെന്തുവാ? ആംഗിൾ DAB. ഓക്കെ, ആംഗിൾ DAB അല്ലെങ്കിൽ BAD എന്ന് വിളിക്കാം. BAD എന്നും DAB എന്ന് വിളിക്കാം. അപ്പോൾ ആംഗിൾ BAD ഈസ് ഈക്വൽ ടു എത്ര വരും? 90 മൈനസ് എക്സ്. 90 മൈനസ് എക്സ് വരാനുള്ള കാരണം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതായത് ഇവിടെ 90 ഡിഗ്രി പോയി, ബാക്കി ഇവിടെ എക്സ് എടുത്തു. അപ്പം ബാക്കി രണ്ടും കൂടെ 90 ആണുള്ളത്. അപ്പോൾ ഇവിടെ എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 90 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് 90 മൈനസ് എക്സ് വന്നത്. അപ്പം BAD എന്ന് പറയുന്ന ആംഗിൾ നോക്കുക, ഏത് ആർക്കിൻ്റെയാണ്? ഈ BQD എന്ന് പറയുന്ന ഈ ആർക്കിൻ്റെ അകത്തുള്ള ആംഗിളാണ് ആര്? BAD. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? സെൻട്രൽ ആംഗിൾ അല്ലേ ഇതെന്ന് പറയുന്നത്? BOD എന്ന് പറയുന്നത്. ദെൻ ആംഗിൾ BOD ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും. അതായത് 2 ഇൻറ്റു 90 മൈനസ് എക്സ്. ഓക്കെ, ആംഗിൾ BOD ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 90 മൈനസ് എക്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബ്രാക്കറ്റിൽ നമുക്ക് കാരണം വേണമെങ്കിൽ എഴുതാം. എന്താണ്? സെൻട്രൽ ആംഗിൾ എന്ന് എഴുതാം. ഓക്കെ, ഇത് രണ്ട് ആംഗിളും സെൻട്രൽ ആംഗിളാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ആർക്കിൻ്റെയും കൂടെ സെൻട്രൽ ആംഗിൾ കിട്ടി. നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ APC എന്ന് പറയുന്ന ആർക്കും BQD എന്ന് പറയുന്ന ആർക്കും കൂടെ ചേർന്നാൽ ഹാഫ് ഡി സർക്കിൾ ആവുമെന്നാണ് തെളിയിക്കേണ്ടത് അല്ലേ? അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിളുകൾ കൂട്ടിയാൽ എത്ര ഡിഗ്രി ആവുമെന്ന് പറഞ്ഞു? തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. 180 ഡിഗ്രി ആവുമെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, ഇവൻ്റെ രണ്ടുപേരുടെയും സെൻട്രൽ ആംഗിൾ കിട്ടിയില്ലേ? അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ നമുക്ക്. അപ്പം ഇതിനെ ഇങ്ങനെ എഴുതാം, ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOD ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട്? AOC എന്ന് പറയുന്നത് 2x അല്ലേ? 2x പ്ലസ് 2 ഇൻറ്റു എത്ര? 2 ഇൻറ്റു 90 മൈനസ് എക്സ് എന്ന് വരത്തില്ലേ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഈ 2x അതുപോലെ കിടക്കുക. 2x ഈ രണ്ടുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 90 180 മൈനസ് 2x. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? 2x മൈനസ് 2x വെട്ടിപ്പോവും. ബാക്കി എത്ര വരും? 180 ഡിഗ്രി കിട്ടൂലേ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആർക്കും കൂടെ ചേർന്നപ്പോൾ എത്ര ഡിഗ്രി ആയി? 180 ഡിഗ്രി ആയില്ലേ? ഓക്കെ, 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അതെന്തായി? സർക്കിളിൻ്റെ പകുതിയായി പോകും. Therefore it is half of the circle. ഓക്കെ, ഈ ഒരു സംഭവമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തത് വേറെ ഒന്നുമില്ല.
അതിൻ്റെ അകത്ത് സെൻറ്റർ മാർക്ക് ചെയ്തു. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററിൽ നിന്ന് എല്ലാ പോയിന്റ്സിലോട്ടും എന്ത് വരച്ചു? ഓരോ റേഡിയസുകൾ വരച്ചു. എന്നിട്ട് അവിടുത്തെ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കി. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒരു ആംഗിളിൽ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. എന്നിട്ട് മറ്റേ ആംഗിൾ എത്ര വരും? 90 - x ആയിരിക്കും. അപ്പോൾ ആ ആംഗിൾ വെച്ചിട്ട് അതിൻ്റെ സെൻട്രൽ ആംഗിളുകൾ കണ്ടുപിടിച്ചു. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എപ്പോഴും സെൻട്രൽ ആംഗിൾ സർക്കിളുള്ള ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, അപ്പോൾ സർക്കിളുള്ള ആംഗിൾ എക്സ് ആകുമ്പോൾ സെൻട്രൽ ആംഗിൾ 2x. സർക്കിളുള്ള ആംഗിൾ 90 - x ആകുമ്പോൾ 2 × 90 - x. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അത് 180 ഡിഗ്രി എന്ന് പറയുന്നത് സെമി സർക്കിളാണ്, അല്ലെങ്കിൽ സർക്കിളിൻ്റെ പകുതിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. In the picture, A, B, C, D are points on a circle centered at O. The lines AC and BD are extended to meet at P. The lines AD and BC intersect at Q. Prove that the angle which the small arc AB makes at O is the sum of the angles it makes at P and Q. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ പടം വരച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സർക്കിളുണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററാണ് O എന്ന് പറയുന്നത്. O എന്ന് പറയുന്ന സർക്കിളിൻ്റെ സെൻറ്റർ. ഇത് A, B, C, D. ഓക്കെ, അപ്പം സർക്കിളിൻ്റെ സെൻറ്ററാണ് O എന്ന് പറയുന്നത്. AC, BD ഇത് രണ്ട് കോഡ്സ് ആണ്. ആ രണ്ട് കോഡും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് പിയിൽ വന്ന് കൂട്ടിമുട്ടുന്നു. അപ്പോൾ കൂട്ടിമുട്ടുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഈ AD, BC എന്നീ ലൈൻസുകൾ വരയ്ക്കുമ്പോൾ അത് എവിടെ കൂട്ടിമുട്ടുന്നു? ക്യൂവിൽ കൂട്ടിമുട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. ദി ലൈൻസ് prove that the angle which the small arc AB makes at O is the sum of the angles it makes at P and Q. അതായത് ഈ AB എന്ന് പറയുന്ന ചെറിയ ആർക്ക്, എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ചെറിയ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ആംഗിൾ AOC നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനമാണ് പറയുന്നത്. അപ്പോൾ ആംഗിൾ AOB എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ? ഈ AB എന്ന് പറയുന്ന ആർക്ക് ക്യൂവിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെയും ഈ AB എന്ന് പറയുന്ന ആർക്ക് പിയിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെയും സം ആണെന്ന് തെളിയിക്കുക. ഓക്കെ, അതായത് ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി ആണെന്ന് തെളിയിക്കുക? ഇതിൻ്റെ സെയിം അളവാണെന്ന് തെളിയിക്കുക. ഓക്കെ, ഇതാണ് തെളിയിക്കാനുള്ളത്. അപ്പോൾ ആംഗിൾ AOB = Q. ഇത് പറയുമ്പോൾ ഈ ആംഗിൾ തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെളിയിച്ചാലും മതി. കാരണം ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? അത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തെളിയിക്കാനുള്ള ആംഗിൾ AOB = ആംഗിൾ P + ആംഗിൾ Q എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ ലെറ്റ് നമ്മളത് പ്രൂവ് ചെയ്യാൻ പോവാണ്. ലെറ്റ് ആംഗിൾ AOB = x ഡിഗ്രി എന്ന് എടുക്കുക. ഓക്കെ, അപ്പം ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി എന്ന് എടുക്കുക? x ഡിഗ്രി എന്ന് എടുത്തു. ഈ ആംഗിൾ x ഡിഗ്രി എന്ന് എടുക്കുക. ഇതൊരു സെൻട്രൽ ആംഗിൾ ആണല്ലോ. ഓക്കെ, അപ്പം സെൻട്രൽ ആംഗിൾ ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് AB എന്ന് പറയുന്ന ആർക്ക് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇതാ ഈ കാണുന്ന സാധനം അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ AB തന്നെ വീണ്ടും ഒരു ആംഗിൾ ഉണ്ടാക്കുന്നില്ലേ ഇവിടെ? അപ്പോൾ എത്ര ആംഗിൾ ഉണ്ടാക്കിയാലും അവരെല്ലാവരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയുമായിരിക്കും. അപ്പം ഇവിടെ x ആണെന്നുണ്ടെങ്കിൽ ഇവിടെ x/2. ഓക്കെ, ഇവിടെ എന്ത് വരും? x/2. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ്?
x/2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംഗിൾ x/2, ഇവിടുത്തെ ആംഗിളും x/2. ഓക്കെ, രണ്ട് ആംഗിൾസും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ, അതായത് PDQC എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ. അപ്പം ഇതിനകത്തോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പം ഈ പിയും ക്യൂവും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് തെളിയിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇത് x/2 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇത് ലീനിയർ പെയർ അല്ലേ സംഭവം. അപ്പോൾ ലീനിയർ പെയർ ആകുമ്പോൾ 180 ഡിഗ്രിയാണ് ടോട്ടൽ. അപ്പം 180 മൈനസ് ഇവിടെ എത്ര വരും? 180 മൈനസ് x/2. 180 മൈനസ് x/2. അതേപോലെ തന്നെയല്ലേ ഇവിടെയും വരുന്ന 180 മൈനസ് x/2. ഓക്കെ, അപ്പോൾ ഇവിടെ x/2 വരും, ഇവിടെയും x/2 വരും. ഓക്കെ, ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. അപ്പോൾ ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ ACB. ദെൻ ആംഗിൾ ACB ഈസ് ഈക്വൽ ടു എന്ത് വരും? x/2. Therefore angle PCQ is equal to 180 minus x/2. അതായത് ഇവിടെ x/2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 180 മൈനസ് x/2 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ x/2 അല്ലേ, അതുകൊണ്ട് ഇവിടെ എത്ര വരും? 180 മൈനസ് x/2. അതിൻ്റെ കാരണം പറഞ്ഞു. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതാം. അതിൻ്റെ പേരെന്താണ്? ആംഗിൾ ADB. Angle ADB is equal to x/2. Then angle PDQ is equal to 180 minus x/2. ഓക്കെ, അപ്പം ഈ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി ആണല്ലോ. ഈ രണ്ട് ആംഗിൾസ് കിട്ടിയല്ലേ? ഈ രണ്ട് ആംഗിൾസ് കിട്ടി. ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ. ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 360 ഡിഗ്രി കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി എന്ന് എഴുതാമല്ലോ നമുക്ക്. അങ്ങനെ അതിനെങ്ങനെ എഴുതാം? അപ്പോൾ therefore ആംഗിൾ P പ്ലസ് ആംഗിൾ Q പ്ലസ് ഈ ആംഗിളിൻ്റെ പേര് ഫുള്ളായിട്ട് നമുക്ക് എഴുതാം. ആംഗിൾ PCQ പ്ലസ് ആംഗിൾ PDQ ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 360 ഡിഗ്രി. ഇതെല്ലാം കൂടെ ചേർത്താൽ എത്ര ഡിഗ്രി വരും? 360 ഡിഗ്രി വരും. ഓക്കെ, അങ്ങനെയാണല്ലോ. ആംഗിൾ പിയും ആംഗിൾ ക്യൂവും നമുക്ക് അറിഞ്ഞുകൂടാ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ P പ്ലസ് ആംഗിൾ Q ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആംഗിൾ P പ്ലസ് ആംഗിൾ Q അവിടെ കിടന്നോട്ടെ, ബാക്കി എഴുതാം. ആംഗിൾ PCQ കിടക്കുന്നു 180 മൈനസ് x/2. 180 മൈനസ് x/2 പ്ലസ് ആംഗിൾ PDQ കിടക്കുന്നു 180 മൈനസ് x/2 ഈസ് ഈക്വൽ ടു 360. ഓക്കെ, അപ്പം വീണ്ടും ആംഗിൾ P പ്ലസ് ആംഗിൾ Q അവിടെ കിടന്നോട്ടെ. 180 കൂടെ കൂട്ടുക 360. 180 കൂടെ കൂട്ടിയാൽ 360. ഇനി മൈനസ് x/2 x/2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പകുതി, ഇതും എക്സിൻ്റെ പകുതി. അത് നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിക്കുക. എക്സിൻ്റെ പകുതിയും കൂടെ കൂട്ടിയാൽ ഒരു ഫുൾ എക്സ്. ഓക്കെ, അപ്പം രണ്ടിനും മൈനസ് ആയതുകൊണ്ട് മൈനസ് എക്സ് എന്നങ്ങ് ഇട്ട് കൊടുത്താൽ മതി. x/2 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? എക്സ് കിട്ടും. ഓക്കെ, ഈസ് ഈക്വൽ ടു 360 ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഈ ആംഗിൾ P പ്ലസ് ആംഗിൾ Q മാത്രം ഇവിടെ ഇടുക, ബാക്കിയുള്ള എല്ലാത്തിനെയും ചുവന്ന് അപ്പുറത്തുകൊണ്ട് പോവുക. അവിടെ ഒരു 360 ഉണ്ട്. ഇവിടത്തെ 360 അങ്ങോട്ട് പോകുമ്പം മൈനസ് 360 ആവും. ഓക്കെ, ഈ മൈനസ് എക്സ് അപ്പുറത്തോട്ട് പോകുമ്പം പ്ലസ് എക്സ് ആവും. ഇനി 360 മൈനസ് 360 എന്തായി പോവും? വെട്ടിപ്പോവും, ക്യാൻസലായി പോവും. അപ്പോൾ ആംഗിൾ P പ്ലസ് ആംഗിൾ Q ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. ഓക്കെ, ആംഗിൾ P പ്ലസ് ആംഗിൾ Q ഈസ് ഈക്വൽ ടു എത്ര എന്ന് വന്നു? എക്സ് എന്ന് വന്നു. ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു സാധനം? നടക്കുന്നു ആംഗിൾ AOB. ഓക്കെ, therefore ആംഗിൾ P പ്ലസ് ആംഗിൾ Q ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് ആംഗിൾ AOB. ഇതായിരുന്നു തെളിയിക്കാൻ ചോദിച്ചത്. എന്തായിരുന്നു തെളിയിക്കേണ്ടത്? ആംഗിൾ AOB ഈസ് ഈക്വൽ ടു ആംഗിൾ P പ്ലസ് ആംഗിൾ Q. ഇവിടെ കിട്ടിയത് എന്താ? ആംഗിൾ P പ്ലസ് ആംഗിൾ Q ഈസ് ഈക്വൽ ടു ആംഗിൾ AOB. ഇത്രയേ ഉള്ളൂ. ഹെൻസ് ദി പ്രൂഫ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി അടുത്തെടുക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം
എഴുതി നോട്ട്ബുക്കിൽ എഴുതി ക്ലിയർ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും ഇട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് നോട്ട്ബുക്കിൽ ചെയ്യുന്നവരെ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് അത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.